എവിടുന്ന് കേട്ടതാ എന്ന് ചോദിച്ചാൽ കവലയെന്ന് കേട്ടു എന്നാ പഴയ ആൾക്കാർ എപ്പോഴും പറയുക. കവലയിൽ പോയി നിന്ന് നമുക്ക് എന്തും അറിയാം, എന്തും കേൾക്കാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ചായക്കടയിലേക്ക് ഇരുന്നാൽ ഒരു ബോർഡും കൂടെ പ്രത്യക്ഷപ്പെടും, ഇവിടെ രാഷ്ട്രീയം പറയരുത്. മറ്റൊരു കലാപരിപാടി നടക്കുന്ന എപ്പോഴും കവല പ്രസംഗമാണ്. തെരഞ്ഞെടുപ്പ് വേദികളിലെ താരപ്രാസംഗികരിൽ മിന്നും താരമാണ് ഇടുക്കിക്കാരുടെ മണിയാശാൻ. സംശയമൊന്നുമില്ല അല്ലെ, അതിൽ തർക്കമില്ല. വൃത്തവും പ്രാസവും ഒപ്പിച്ചുള്ള പ്രസംഗം പലപ്പോഴും വിവാദവുമായിട്ടുണ്ട്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയെ കണക്കിന് പരിഹസിച്ച് വേദിയിൽ കത്തിക്കയറുകയാണ് ഇത്തവണ മണിയാശാൻ. ഒന്ന് കണ്ടു നോക്കാം. മണി പോലെ വരും. അപ്പൊ അതുകൊണ്ട് വന്ന പിന്നെ ഇപ്പം പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോ എന്തേലും പറയാതിരിക്കുന്നത് ശരിയല്ല. ആ 2016 ജോയിസ് ജോർജ് നടത്തിയ പ്രവർത്തനം പ്രിയമുള്ളവരെ, പിന്നീട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇപ്പോഴത്തെ നിലവിലുള്ള MP ഒരു ചെറു വിരൽ പോലും നമുക്ക് വേണ്ടി അനക്കിയിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ കാട്ടുമൃഗങ്ങളെ പറ്റിയോ ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റിയോ ഒരു അക്ഷരം ഉരിയാടാത്ത ആള് തെരഞ്ഞെടുപ്പെടുത്തപ്പം ഇവിടെ വന്ന് മൂന്നാറിൽ വന്ന് ഉണ്ണാവൃതം ഇരുന്നത് രാത്രി ചാപ്പാട് കടിച്ചോണ്ടാണെന്നുള്ള മർമറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനമാണ്, സത്യമാണ്. ഞാൻ SP-യോട് വിളിച്ച് പറഞ്ഞ്, കളക്ടറോടും പറഞ്ഞ്, അങ്ങനാണ് പുള്ളി ഇവിടുന്ന് ഉണ്ണാവൃതം നിർത്തിപ്പോയത്. പുള്ളി പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞ വേറെ ആളാ. പ്രമുഖനായ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ്. പേര് ഞാൻ അദ്ദേഹത്തെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊരു മര്യാദക്കേടാകും. അതുകൊണ്ടാണ് സത്യമായ കാര്യം എഴുതൽ. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ണാവൃതം ഇരിക്കുക എന്നിട്ട് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം നിന്ന് എന്നും എക്കാലവും പൊരുതിയിട്ടുള്ള ജോയിസ് ജോർജിനെ കഴിഞ്ഞ തവണ ചിഹ്നത്തിലല്ല സ്വതന്ത്രനായിരുന്നെങ്കിൽ ഇത്തവണ ഇതാ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ചിഹ്നം. അപ്പോ മണിയാശന്റെ കത്തിക്കയറ്റം കണ്ടത് മാത്രമല്ല, മണിയാശൻ ഇങ്ങനെ പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഡീൻ കുര്യാക്കോസിന്റെ നെഞ്ചു പിറന്നാ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡീൻ എന്ത് മറുപടി പറയും എന്നുള്ള കാര്യം നമ്മൾ അടുത്ത കവല പ്രസംഗത്തിൽ നമുക്ക് കാണാം.